ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖമായിരിക്കൂലേ? എനക്കും മക്കൾക്കും ഇവിടെ സുഖമാണ്, അൽഹംദുലില്ലാ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താ പറഞ്ഞാൽ ഒരു കുഷ്ക റൈസാണ് കേട്ടോ. കുഷ്ക പിന്നെ മൈസൂർ ബിരിയാണി എന്നും പറയും, കുഷ്ക റൈസാണ്. അപ്പം ഞാൻ കുറേ ദിവസം അതിൽ പറയാതെ ആരെങ്കിലും എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. പിന്നെ ഈ ഒരു കുഷ്കയിൽ എൻ്റെതായിട്ടുള്ളൊരു മസാല ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ സ്വന്തം ഉണ്ടാക്കിയ മസാല അല്ല, ഇതിൽ ഞാൻ ഒരു സാധനം ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ആ ഒരു മസാല ഇതിലിട്ടിനോ എന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ അതിലിട്ട് നിങ്ങൾ കണ്ടു നോക്കിട്ടോ. അപ്പോൾ തലേന്ന് രാത്രിക്കത്തെ ചിക്കൻ പൊരിച്ച എണ്ണ ഉണ്ടായിന്. അപ്പം ആ ഒരു എണ്ണ തന്നെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഇതിന് വേസ്റ്റാക്കി കളയണ്ടല്ലോ. അപ്പോൾ ആ ഒരു എണ്ണ തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൽ എല്ലാവർക്കും ഇത് ഇവിടെ ഉള്ളവർക്കെല്ലാം കുറേ എല്ലാ ആൾക്കാർക്ക് അറിയുന്നത് തന്നെയാണ്. പക്ഷെ എന്നാലും ഞാൻ എൻ്റെതായിട്ടുള്ളൊരു ഞാൻ ഉണ്ടാക്കൽ എങ്ങനെയാണെന്നുള്ളത് കാണിച്ച് തരികയാണ് കേട്ടോ, അറിയാത്തവർക്കും വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് അതേപോലെ തന്നെ വീഡിയോ കാണുന്നതോടൊപ്പം നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ ലൈക്ക് അടിച്ച് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇന്നൊരാളിലേക്ക് ഷെയർ ആയി പോകുക. എങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഒരു സപ്പോർട്ട്, അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഒരാളിലേക്ക് പിന്നെ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് പാസ്സായി പോകുള്ളൂ കേട്ടോ. അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് ഈ ഒരു കുഷ്ക റൈസിന് മെയിൻ തക്കാളിയും ചപ്പുമാണ് കേട്ടോ. മല്ലിച്ചപ്പും പുതിന ചപ്പും ഉലുവച്ചപ്പും നിങ്ങൾ എത്രത്തോളം ഉണ്ട് അത്രത്തോളം ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിലേട്ട് ഞാൻ വേറെല്ല മസാല ഒന്നും അധികം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. സാധാരണ മല്ലിപ്പൊടി ചില ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇഷ്ടം ഉള്ളതുപോലെ കേട്ടോ മല്ലിപ്പൊടി, ചില ആൾക്കാർ കുഷ്കയിലേക്ക് മല്ലിപ്പൊടി ഇടൂല, ചില ആൾക്കാർ മല്ലിപ്പൊടി ഇടും. ഇട്ടാലും കുഴപ്പമില്ല, ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതിനെന്താക്കിയാൽ ഇതാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യണ മന്തി മസാല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇട്ട് നോക്കിയാണ്. നിങ്ങൾ ആരെങ്കിലും ഈ കുഷ്ക വെക്കുന്ന സമയത്ത് മന്തി മസാല ഇട്ടിനെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇട്ടിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കൽ നിങ്ങൾ കുഷ്ക വെക്കുന്ന സമയത്ത് ഈ ഒരു മന്തിൻ്റെ മസാല ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇട്ട് നോക്കിട്ടോ. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം ഒരു രക്ഷയില്ലേനു, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ബിരിയാണി മസാല, ഇപ്പം ഞാൻ ബീഫ് മസാല ഇട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് സത്യത്തിന് ബിരിയാണി മസാല ഉണ്ടായിട്ടില്ല. ബിരിയാണി മസാല പീടികയിൽ പോയേക്കും, പീടികയിലും ഇല്ല. അപ്പം ഞാൻ എന്തൊക്കെയാണ് മന്തി മസാല ഉണ്ടായതുകൊണ്ട് മന്തി മസാല ഇട്ട് കൊടുത്തിട്ടോ. നോക്കുമ്പോൾ ഒരു രക്ഷയില്ല മക്കളെ, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പുറത്തെ അടുപ്പത്ത് തന്നെ ഞാൻ തിളച്ച ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ അതേപോലെ തന്നെ ഈ കുഷ്ക വെക്കുന്ന സമയത്ത് നമ്മൾ കുഷ്ക ആയാലും മസാല ആയാലും എന്താക്കുന്ന സമയത്ത് നിങ്ങൾ എന്താക്കുക, ഡയറക്റ്റ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാതെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഒന്നും കൂടി അതിൻ്റെ ടേസ്റ്റ് പോകാതെ ഉണ്ടാവും. അങ്ങനെ അത് അടിപൊളി കുഷ്ക വെള്ളമൊക്കെ പാകമായി അടിപൊളി വേവക്കായി സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് ഞാനൊരു വൈകുന്നേരം സമയത്താണ് കേട്ടോ. കുറച്ച് ബീഫൊക്കെ ഉണ്ടായപ്പോൾ അത് മുറിച്ചിട്ട് ഇനിയിപ്പോൾ കറിയും ചോറും വെക്കണ്ടേന്നും പറഞ്ഞിട്ട് ഒറ്റയടിക്ക് നമുക്ക് എളുപ്പ പണിയാണല്ലോ ഇത്. കറി വെക്കുന്ന അതേ ഇതും കൊണ്ട് ഇതാവുമല്ലോ. മക്കൾക്കും തന്നെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താലല്ലേ ഒരു ഇഷ്ടം ഉണ്ടാകുക. ഒട്ടാകെ ഉള്ളിയും തക്കാളിയും വാട്ടിയിട്ട് ഒരു ചോറാക്കി കൊടുത്താൽ അതന്നെ ഒരു ബിരിയാണി. അങ്ങനെ സൂപ്പർ ഉണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പം ഞാൻ സീതോൻ്റെവരൊക്കെ ചോറ് കഴിക്കുമ്പോൾ സീതു പറയണ എന്നെ എടുക്കല്ല ഉമ്മ എന്ന് പറയാൻ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ള അസ്സലാമു